നമുക്ക് കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ. നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതുപോലെ വരച്ചെടുക്കാം. വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കാം. വരച്ച എല്ലാ പിക്ചേഴ്സും ഔട്ടർ ലൈൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളേഴ്സ് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. വാട്ടർ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലെ ജേർണൽ സപ്ലൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ജേർണൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് വരച്ച എല്ലാ പിക്ചേഴ്സും പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ഓഫ് ജേർണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് വരച്ച് പെയിൻറ്റ് ചെയ്തെടുക്കുക. രണ്ടാമത്തേത് ഡ്രോയിങ് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. വാട്ടർ കളർ ഷീറ്റിൽ റൗണ്ടായിട്ട് അടിച്ചു കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഒരു ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുക. ഇത് ആർക്കും ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നല്ല ക്യൂട്ടുമാണ് കാണാൻ. ഇനി എല്ലാതും ഒരു സ്റ്റിക്കർ ഫോർമാറ്റിലേക്ക് വെട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം.